സാറിന് സ്ത്രീ സൗന്ദര്യം പോലൊരു സൗന്ദര്യം സാറിനുണ്ട്. എന്താ ഇതിന്റെ രഹസ്യം? ഈ സ്ത്രീ ഒന്നുകൂടി ഉണ്ട്. ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സാറിന് ഇതുവരെ ഒരു പ്രണയം ഇല്ലാതിരുന്നത്? രണ്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, സ്ത്രീ സൗന്ദര്യം പോലൊരു സൗന്ദര്യം സാറിനുണ്ട് എന്ന് പറഞ്ഞു. സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ്. ഇപ്പം 70 വയസ്സുള്ള അമ്മൂമ്മയെ പീഡിപ്പിച്ചവൻ എന്ത് സൗന്ദര്യം കണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒന്നുമില്ല. മോള് ജീൻസ് ഷർട്ട് ഇട്ടിരിക്കുകയാണ്, ഒരു പുരുഷ സൗന്ദര്യം ഞാൻ കാണുന്നുണ്ട് അവിടെ എല്ലാം. കണ്ടോ? അപ്പൊ എന്നിലിപ്പോ ഒരു സ്ത്രീ സൗന്ദര്യം കണ്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ജീൻസ് ഷർട്ട് ഇട്ടുകൊണ്ട് ആ കുട്ടി എന്താ ഉദ്ദേശിച്ചത്? ആ കുട്ടി ജീൻസ് ഷർട്ട് ഇട്ടുകൊണ്ട് എന്നിലൊരു സ്ത്രീ സൗന്ദര്യം. വേറൊരു സംഭവം ഉണ്ട് പിഷു. എന്താണ് അത്? ആ കുട്ടി സ്ത്രീ സൗന്ദര്യം എന്ന് വിചാരിച്ചത് നിന്നെ ഒരു 9 എന്നാണോ ഉദ്ദേശിച്ചതെന്നും കൂടി അതാണോ എന്ന് ചോദിക്കണം. ഒരിക്കലുമല്ല. ഇത് ഞാനൊരു ചെറിയ വാദം നിരത്തി ഇത് ഞാൻ കാണിച്ചുതരാം. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും പുരുഷനാണ് സൗന്ദര്യം. പൂവങ്കോഴി, മയില്, സിംഹം, കൊമ്പനാന, താറാവ്, നിങ്ങൾ എല്ലാ ജീവികളെയും എടുത്തോ, പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ. ജനിച്ചു കിടക്കുന്ന ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നോക്കുക, ഒരുപോലെ ഇരിക്കും. പക്ഷേ വളർന്നു തുടങ്ങുമ്പോൾ വെറും മുഖം എടുത്താൽ മുടി സ്ട്രെയിറ്റ് ചെയ്ത് പിരികം പറിച്ച് ആ കണ്ണിൻ്റെ പീലി വരച്ച് കണ്ണിൻ്റെ ബോർഡർ വരച്ച് കാതിൽ 3 തുളയിട്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ പണിത് നിങ്ങളൊരു 18 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മളെ തോൽപ്പിക്കുന്ന ഒരു സൗന്ദര്യത്തിലേക്ക് എത്തുന്നതാണ്. ഞങ്ങളിതൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ കാട് പിടിച്ച് നടക്കാൻ ഞങ്ങൾ നടക്കുന്ന പോലെ നടന്നാലുണ്ടല്ലോ ലോക തോൽവിയായിരിക്കും. പുരുഷന്മാർക്കാണ് സൗന്ദര്യം, അല്ലേ? ഇവര് നമ്മൾ വല്ല പണിയെടുക്കുന്നുണ്ട് വെക്കാ. സൂര്യൻ ഉദിച്ച പോലെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. അത്രയ്ക്ക് ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. പക്ഷെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പ്രേമിച്ചില്ലാന്ന് തഴഞ്ഞു? ഞാൻ തഴഞ്ഞു. ഇത് ഞാൻ ചെയ്യണ്ടേ? പെൺകുട്ടികൾ വരാത്തതല്ലായിരുന്നല്ലോ പ്രശ്നം. ഇതൊരു പ്രശ്നമായല്ലോ. ഈ കുട്ടിയാണ് ഇതിനകത്ത് ഇപ്പൊ ഒരു പ്രശ്നമായിട്ട്. ഇപ്പോ ഇങ്ങനൊരു പ്രണയിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളിൽ ആരെ പ്രണയിക്കും? ആരോട് പ്രണയം തോന്നും? ഇപ്പോൾ എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഇരിക്കുന്നവരിൽ ആരെ സെലക്ട് ചെയ്യും? ഒന്നേ പറ്റുള്ളൂ. അത് ഭയങ്കര കുഴക്കുന്ന ചോദ്യമാണ് കേട്ടോ. ദൈവമേ, വെറുപ്പിക്കാനും പറ്റൂല. ഒരാളെ സെലക്ട് ചെയ്യുകയും വേണം. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിൽ ആർക്കാ സമ്മതം? നിങ്ങൾ എന്നെ പ്രേമിച്ചോളൂ, 4 പേരും പ്രേമിച്ചോളൂ. ഞാൻ നിങ്ങളുടെ 4 കൂടെ നറുക്കിട്ട് നമുക്ക് ഒരാളെ അടുത്ത് പ്രേമിക്കാം. ഇതിനകത്ത് ഇതൊന്നുമല്ല. ഇത് വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഭാര്യ എനിക്ക് ചെല്ലുമ്പോൾ എന്ത് പറയും എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് കുഴപ്പമില്ല. ഭാര്യയ്ക്ക് മലയാളം മനസ്സിലാവോ? അത്ര മലയാളം കേട്ടാലും പറഞ്ഞാലൊക്കെ മനസ്സിലാവും. ഹിന്ദിക്കാരിയല്ലേ? ഹിന്ദിക്കാരിയല്ലേ? അതുമല്ല, ഇത്രയും നാള് നിങ്ങളുടെ ചോദ്യത്തിന്റെ ആദ്യത്തെ വരെ ഇത്രയും നാള് ഞാൻ പ്രേമിച്ചില്ല. കല്യാണം കഴിഞ്ഞൊരു കൊച്ചുമായിട്ട് ഇനി നിങ്ങളൊരാളെ പ്രേമിച്ചിട്ട് വേണം എനിക്കിനി പത്രത്തിൽ വരാൻ. ഒരാഴ്ച ഇന്ന് രാത്രി ന്യൂസിൽ 4 പേരിരുന്ന് ചർച്ച ചെയ്യും. ഇവന് പ്രേമിക്കാൻ തോന്നിയത് അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്ന് പറയും. ഇത് വലിയ പാർട്ടി ഇടപെടും. നാളെ കേരളത്തിൽ ഹർത്താൽ വരും. എന്തിനാ നമ്മളായിട്ട് ഇതിനിടപെടുന്നത്, അല്ലേ? നോക്കുമ്പോൾ ചുമ്മാ ഒരു പ്രേമമാണ്. വേറെ ഒളി ക്യാമറ പോലും അല്ല, 25 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കിടന്ന് എന്ത് കാര്യത്തിനാ? ഫോൺ നമ്പർ രഹസ്യമായിട്ട് പറയാം. ഇനി ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ട് വേണം ഇവരുടെയൊക്കെ ഈ 2 കാമുകന്മാരിൽ ആരെങ്കിലും വന്ന് എന്നെ തല്ലാൻ. വിഷു ഒരു കുറെ ശരിക്കും മിമിക്രിയിൽ വന്നപ്പോൾ എലിയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദം എടുത്തിട്ടാണ് വന്നത്? അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്തിരുന്ന ശബ്ദം? അന്ന് ഇപ്പോഴത് കിട്ടില്ല. അന്ന് കോഴിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു ഞാൻ. കോഴിയുടെ വിവിധ ഭാവങ്ങൾ. കോഴി മുട്ടയിടാനിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പൊരുന്നിരിക്കുന്ന കോഴിയുടെ അടുത്തേക്ക് കൈകൊണ്ട് വരുമ്പോഴുള്ള കോഴിയുടെ ഭാവം. ആട് തുമ്മുന്നത്, ആട് തുമ്മുന്നതോ? എൻ്റെ ദൈവം, ഇതൊക്കെ പഴയ ഐറ്റമാണ്. ഒരു ചെറിയ ഒബ്സർവേഷൻ ഉണ്ട് ആട് തുമ്മുന്നതിനകത്ത്. അതായത് മനുഷ്യൻ തുമ്മുമ്പം ആദ്യം തുമ്മാൻ വരും, എന്നിട്ട് തുമ്മും. അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പം എന്നിട്ട് നമ്മളൊരു 16-ാം തീയതി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മും. ആദ്യം തുമ്മാൻ വരും. ആടിന് ആദ്യം തുമ്മും, എന്നിട്ട് തുമ്മാൻ വരുള്ളൂ. ആട് പുല്ല് നിന്നോണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. അതുപോലെ ഇന്നാള് തിരുവനന്തപുരത്ത് വരുമ്പോ ഒരാൾ തുമ്മുന്നു,
തുമ്മുമ്പോൾ അയാൾ പേര് പറയുന്നു, അങ്ങനെ പ്രകാശ് എന്ന്. ഞാൻ ആദ്യമായിട്ട് പ്രകാശ് എന്ന് പറഞ്ഞ് തുമ്മുന്ന ആളെ കാണുന്നത്. എങ്ങനെയത്? പ്രകാശ് എന്ന് അവിടുന്ന് ഇവിടം വരെ തുമ്മുന്നുണ്ടായിരുന്നു പ്രകാശ് എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാണെന്നറിയില്ല. കോഴി മുട്ട എങ്ങനെ? കോഴി മുട്ടയിടുന്നല്ലേ, നമ്മൾ ഈ മുട്ട ഇടാനിരിക്കുന്ന കോഴിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഈ കൈ കൊണ്ട് ഇത് മുട്ട ഇട്ടോ നോക്കാൻ ചെല്ലുമ്പോൾ ഇപ്പം ഇത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. കുറേ നാളായി കോഴി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പതുക്കെ അടുത്തേക്ക് വന്നാൽ കിട്ടുന്നില്ല. അങ്ങനെ എന്തൊക്കെ കാണിക്കുമായിരുന്നു അന്ന്. പിള്ളേരെ പറ്റിക്കാൻ അതൊക്കെ മതി. ഇത് വെച്ചൊക്കെ യൂണിവേഴ്സിറ്റി പ്രൈസ് മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാ. ഇപ്പൊ കിട്ടുന്നില്ല. ഈ കോഴിയുടെ പുറകെ ആടിന്റെ ഒക്കെ പുറകെ പോയായിരുന്നോ പ്രേമിക്കാൻ പറ്റായിരുന്നു? ഇതിപ്പോ നിങ്ങൾ എന്റെ പ്രേമത്തിലാണല്ലോ. അല്ല, എനിക്ക് തോന്നണം ഈ ആടിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ആടിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. അത് ഇപ്പൊ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളേക്ക് എന്താ വർക്ക് നോക്കുമ്പോ ആടിന്റെ വർക്കാന്ന് പറയും. അവർക്ക് പരിചയം. നമുക്കൊക്കെ പണ്ട് ആടിന്റെ വർക്കാന്ന് ചോദിച്ചാൽ ആടിനെ മേയ്ക്കാൻ പോവാണെന്ന് ചോദിക്കുമായിരുന്നു. ഈ മിമിക്രിയിൽ പിഷാരടി എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരും. ഈ ഐറ്റം എടുത്തുകൊണ്ടായിട്ട് വേറെ പല ആൾക്കാരും സ്റ്റേജിൽ ചെയ്ത് ഷൈൻ ചെയ്യാറുണ്ട്, കാശ് പഠിക്കാറുണ്ട്, ഹിറ്റാകാറുണ്ട് എന്ന്. പിന്നെ സ്വന്തമായിട്ട് ഇത് ഞാൻ കൊണ്ടുവന്ന ഐറ്റമാണ് എന്ന് അവകാശപ്പെടാറുണ്ടെന്ന് പറയും. അവകാശപ്പെടാറില്ല ഞാൻ. ചെയ്യട്ടെ, അത് അല്ല, പിഷാരടി അവകാശപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർ അവകാശം. എന്തായാലും ഇതിന്റെ ഒടേക്കാരനായ ഒറിജിനൽ സൗണ്ടിന്റെ ആൾ ഇത് എന്റെ സൗണ്ടാന്ന് പറഞ്ഞ് നമ്മളോട് കൊല്ലാൻ വരാത്തിടത്തോളം കാലം ഐറ്റം കൊണ്ടുപോകുന്നതിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ വിറ്റുകൾ സിനിമയിൽ വരെ പറഞ്ഞ് കൈയടിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പലരും. അതൊന്നും നമുക്ക് പിന്നെ അതിൽ വലിയ അവകാശം പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞു. അതിപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് പറയുന്നതും, അതിപ്പോൾ ഞാനൊരു പരിപാടി അവതരിപ്പിക്കാൻ പോയി ഇത്ര പൈസ കിട്ടും, ഞാനിന്ന് വീട്ടിലിരുന്ന് 10 പ്രാവശ്യം കാണിച്ചിട്ട് ഞാനിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് കാണാനും കേൾക്കാനും ആളുണ്ടെങ്കിലല്ലേ അതിനൊക്കെ ഒരു വിലയുള്ളൂ. അപ്പോൾ അത് അവർ കൊണ്ടുപോയി അത് നല്ല രീതിക്ക് കച്ചവടം ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. അല്ല, ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതിന് മറ്റുള്ളവർക്ക് തോണ്ടാൻ പറ്റുന്ന സാധനം ഏതാണ്? അതെ, ശബ്ദങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാണ്ട്. ഇപ്പം ഞാൻ പുതുതായിട്ട് ദുൽഖർ സൽമാനെ പരീക്ഷിച്ച് നോക്കി. ഇപ്പം അതേ പരിപാടിക്ക് ദുൽഖർ സൽമാൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. ദുൽഖർ സൽമാനും നമ്മുടെ നശ്വര നടൻ തിലകൻ ചേട്ടനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് ഉസ്താദ് ഹോട്ടലിലെ ഒരു സംഭാഷണ ശകലം. ഫൈസി, വയറ് നിറയ്ക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവന്റെ മനസ്സ് നിറയ്ക്കണം. അതിനുവേണ്ടിയായിരിക്കണം നീ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഉപ്പുപ്പ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇജാതി വർത്താനം പറയൂ ഉപ്പുപ്പ എങ്ങളോട്. ബി പ്രാക്ടിക്കൽ ഉപ്പുപ്പ, ബി പ്രാക്ടിക്കൽ. ഇത് ശരിക്കും സിനിമ നടനായി കഴിഞ്ഞാൽ പലരും വിചാരിക്കാറ് നമ്മളൊക്കെ സിനിമയിലേടാ, ഇനിയിപ്പോൾ മിമിക്രി എന്തിനാന്ന്. അങ്ങനെ മിമിക്രി പുതിയ സംഭവങ്ങൾ പഠിക്കാൻ പോകാറില്ല. ഇനി ഞാൻ അക്കാര്യത്തിൽ കണ്ടേക്കുന്നത് ജയറാമേട്ടനെയും ദിലീപിനെയൊക്കെയാണ്. കാരണം പുതിയ ശബ്ദം വന്നാലും ഇപ്പോഴും അവർ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ അത് പഠിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ആകാംക്ഷയുണ്ട്. അത് ഇപ്പം ശരിക്കും പിഷാരടി ചെയ്യണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജയറാമേട്ടനും ഇവരൊക്കെ ദിലീപൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ട് അവരും അത് നമ്മളിത് അങ്ങനെ ഇതിപ്പോൾ ഇതിലായതുകൊണ്ട് അത് ചെയ്തില്ല, അല്ലെങ്കിൽ അതിലാണ്ട് ഇതിന് നമ്മുടെ മാർക്ക് നമ്മൾ ആൾക്കാരിടുന്നതാണ്. നമ്മളിത് ആൾക്കാരെ ഇത് നമ്മളൊന്ന് ചെയ്തു, അല്ലെങ്കിൽ ഒരു തവണ മിമിക്രി ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അതല്ലാതാകുകയോ ഞാൻ കുറേ നാൾ ചെയ്യാതിരുന്നത് കൊണ്ട് ഇതല്ലാതാകുകയോ ചെയ്യുന്നില്ല. ഉഷാ ഉദപ്പ് മമ്മൂക്കയുടെ അമ്മയായിട്ട് പോത്തമ്പാവയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവർ സിനിമാ നടിയായി, പാട്ടുകാരി അല്ലാതായില്ല. IM വിജയൻ സിനിമയിൽ അഭിനയിച്ചതോടുകൂടി ആ പുള്ളി സിനിമാടനായി, ഫുട്ബോൾ കളിക്കാനായില്ല. അപ്പോൾ നമ്മളിത് ആവണമെങ്കിലും മാറണമെങ്കിലൊക്കെ കുറേ നാളുടെ ഒരു പ്രോസസ്സാണത്. ഇതിനിടയിൽ ഒരു ദിവസം നമ്മളെല്ലാം കൂടെ നിർത്തുക അങ്ങനൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാം. ഇപ്പം ചെയ്തു, കേട്ടവൻ രസിച്ചു, നമ്മൾ രസിച്ചു.